നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഗ്രാൻഡ് ഫർണിച്ചർ നാലാമത്തെ ഷോറൂം മേപ്പയൂർ മഞ്ഞക്കുളം പെട്രോൾ പമ്പിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ ഗ്രാൻഡ് ഫർണിച്ചർ ഗ്രൂപ്പിന്റെ സ്വന്തം നിർമ്മാണശാലയിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഗ്രാൻഡ് ഫർണിച്ചർ ഗ്രൂപ്പിന്റെ നാലാമത് വിശാലമായ ഷോറൂം മേപ്പയൂർ മഞ്ഞക്കുളം പെട്രോൾ പമ്പിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ കമ്മനയിൽ നിന്നും ജസ്റ്റിൻ വലിയ വീടൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്തവർക്ക് മികച്ച ഓഫറും നൽകിയതായി മാനേജിംഗ് പാർട്ണർമാരായ ജോഷി മണിക്കൊമ്പേൽ, റജി അച്ചായൻസ്, മുഹമ്മദ് അഷ്റഫ് എന്നിവർ പറഞ്ഞു. നാലാമത്തെ ഷോറൂമാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും ഏകദേശം ഞങ്ങൾ തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും സാധാരണക്കാർക്കിടയിൽ വളരെ വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്ഥലത്തും ഷോപ്പ് ഓപ്പൺ ചെയ്താലും അത് ഞങ്ങൾക്ക് പരാജയം ഇല്ലാണ്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം മറ്റൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ചത് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ വലിയ വിലയുടെ സാധനങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വില കുറച്ച് മാക്സിമം ഡിസ്കൗണ്ട് ഇട്ടുകൊണ്ട് ഓരോന്നിനും ഓഫർ ഇട്ടുകൊണ്ട് തന്നെയാണ് ഓരോ സാധനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ മാനുഫാക്ചറിങ് മലപ്പുറത്താണ്, കാവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ തടിമില്ലുകൾ പ്രവർത്തിക്കുന്നത്. എല്ലാ സംഗതികളും നമ്മൾ ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. ഫർണിച്ചർ രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവിധ ഫർണിച്ചർ ഐറ്റങ്ങളും വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സുരക്ഷാ പാലിയേറ്റീവിന് ഗ്രാൻഡ് ഫർണിച്ചർ സൗജന്യമായി നൽകിയ ബെഡ് പാലിയേറ്റീവ് സെക്രട്ടറി രാജൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി നേതാക്കൾ, റോട്ടറി ക്ലബ്ബ് പ്രവർത്തകർ, മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു. ബിസിനസ് ന്യൂസ്, മീഡിയ വിഷൻ.